Hi friends, welcome back to Meenus Taste of Home. ഉണക്കമീനും പച്ചക്കായയും കൂടി ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ്. ഉണക്ക മീൻ കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ 100 ഗ്രാം ഉണക്ക നെത്തോലിയാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ കുതിർത്ത ശേഷം അതിന്റെ തലയും വാലും മുള്ളും ഒക്കെ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഒരു മീഡിയം സൈസ് പച്ചക്കായ നീളത്തിൽ മുറിച്ചത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ പച്ചക്കായയുടെ കളർ ചേഞ്ച് ആവത്തില്ല. മീഡിയം സൈസ് തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. 2 തൊണ്ടൻ പച്ചമുളക് വേണം. അതില്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചമുളക് ചേർക്കാം. ഇവിടെ ഇപ്പം ഞാൻ തായ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മുരിങ്ങയ്ക്ക, ഒരു ചെറിയ കഷ്ണം പച്ചമാങ്ങ കട്ട് ചെയ്തെടുത്തത്. ഈ പച്ചമാങ്ങയും തക്കാളിയും ചേർക്കുന്നതിന് പകരമായിട്ട് വാളൻ പുളി പിഴിഞ്ഞത് വേണമെങ്കിലും ചേർക്കാം. തേങ്ങാക്കൂട്ട് അരച്ചെടുക്കുന്നതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു പകുതി തേങ്ങ ചിരകിയത്, പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3-4 അല്ലി ചെറിയ ഉള്ളി, അതില്ലെങ്കിൽ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത് ഇത്രയും ചേർത്ത് തേങ്ങ അധികം അരഞ്ഞു പോകാതെ നമുക്കൊന്ന് അരച്ചെടുക്കണം. വെള്ളം 2 കപ്പ്. താളിക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പാകത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഉണക്കമീൻ കറി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. മിക്സറിന്റെ ചെറിയ ജാറിൽ നമുക്ക് തേങ്ങാക്കൂട്ട് അരച്ചെടുക്കാം. അവിയലിന് അരയ്ക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ അരച്ചെടുക്കുക. ഒത്തിരി ഫൈനായിട്ട് അരഞ്ഞു പോകരുത്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഒരു കപ്പ് വെള്ളം ചേർത്ത് അധികം അരഞ്ഞു പോകാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. മീൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആദ്യം ഉണക്കമീൻ ചേർക്കാം. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ ചേർക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ചേർക്കാം. പച്ചക്കായ ചേർത്തു. ഇനി മുരിങ്ങയ്ക്ക ചേർക്കാം. നീളത്തിൽ മുറിച്ചിട്ടുള്ള തൊണ്ടൻ മുളക് അല്ലെങ്കിൽ സാധാ പച്ചമുളക്, പച്ചമാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. പച്ചമാങ്ങയും തക്കാളിയും ഇല്ലാന്നുണ്ടെങ്കിൽ വാളൻ പുളി പിഴിഞ്ഞെടുത്തത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് അരച്ചത് ചേർക്കാം. ഒത്തിരി അരഞ്ഞു പോകാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ മീൻ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലോട്ടിട്ട് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് ഈ ഒരു മീൻ കറി നന്നായിട്ട് കുക്കായി കുറുകി വരണം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കണ്ട. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാഴയ്ക്കയും ഉണക്കമീനും ഒക്കെ കുക്കായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഫൈനലി നമുക്ക് താളിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇത് മീൻ കറിയിലേക്ക് താളിക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മീൻ കറി സെർവ് ചെയ്യാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം.
വാഴയ്ക്കൊന്നും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണക്കമീൻ കറിയാണ്. ഈ വാഴയ്ക്ക് ഇട്ടിട്ടുള്ള ഉണക്കമീൻ കറി ഇവിടെ റെഡിയായി. ചോറിന്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കൊഞ്ച് റോസ്റ്റ്, കണവ തോരൻ, വാള മീൻ കറി, തിലാപ്പിയ ഫ്രൈ, ഈ റെസിപ്പീസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.